മോഹൻലാലിന്റെ എമ്പുരാൻ സിനിമയെ വിമർശിച്ച RSS മുഖപത്രവും ഓർഗനൈസർ അതിരൂക്ഷ വിമർശനമാണ് നടത്തുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ എമ്പുരാൻ പ്രീസെയിൽ ബോക്സ് ഓഫീസ് ബുക്കിംഗുകളിൽ മികച്ച സ്വീകരണമാണ് നേടിയത്. എന്നിരുന്നാലും ആദ്യ ഷോയ്ക്ക് മാത്രം ചിത്രം വിനോദം മാത്രമല്ല, ഒരു പഴയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വേദിയാണെന്നത് വ്യക്തമായി. എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ചിത്രം വ്യാപകമായി വിപണനം ചെയ്യപ്പെട്ടു. ഗോത്രാനന്തര കലാപത്തിന്റെ സെൻസിറ്റീവ് വിഷയത്തിലേക്ക് എമ്പുരാൻ ആഴ്ന്നിറങ്ങുന്നുണ്ട്. പക്ഷേ അത് വ്യക്തവും ഭയാനകവുമായ ഒരു പക്ഷപാതത്തോടെയാണെന്നാണ് ആക്ഷേപം. ചരിത്രപരമായ യഥാർത്ഥ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം 2002 ഗോത്രാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഒരു വിഭജന ഹിന്ദു വിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വയ്ക്കുന്നുവെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ. സംവിധായകൻ പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ലേഖനം വിശ്വരാജ് വി എന്ന ബൈലൈനിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എമ്പുരാനെ നിരോധിക്കണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യമടക്കം ഓർഗനൈസർ ചർച്ചയാക്കുന്നുണ്ട്. ഇതോടെ സിനിമയ്ക്കെതിരാണ് RSS എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാവുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ വളരെ കാലമായി തന്റെ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകെട്ടയാളാണ്. എന്നാൽ എമ്പുരാനിൽ ആ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആഖ്യാനം ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു. എന്നാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു പരിചയസമ്പന്നനായ നടൻ തന്റെ സിനിമയ്ക്ക് ഒരു പ്രചാരണ കഥ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നത് എപ്പോഴും ഒരു രഹസ്യമാണെന്നും ഓർഗനൈസർ പറയുന്നു.